ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇത്താത്താൻ്റെ വീട്ടിലാണുള്ളത് കേട്ടോ. കാരണം ഇത്താത്താൻ്റെ ഹസ്ബൻഡ് ഗൾഫിലേക്ക് പോക്കാണ്. അപ്പോൾ നാളെയാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് വൈകുന്നേരം ഞാൻ ഇത്താത്താൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൾഫ് പോകുമ്പോൾ എന്തായാലും എല്ലാവർക്കും അറിയാമല്ലോ, കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, കുറച്ച് പരിപാടികൾ എന്തായാലും അവർക്ക് കൊടുത്തു വിടണം, സാധനങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ തിരക്കിലാണ്. അപ്പോൾ മീൻ പത്തൽ ഉണ്ടാക്കാൻ വേണ്ടി പത്തലൊക്കെ പരത്തിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ മീനിൻ്റെ മസാലയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് മലബാർ മീൻ പത്തലാണ് കേട്ടോ. അയില വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇന്ന് മീൻ പത്തൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കുഞ്ഞാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. 2-3 തവണ നമ്മൾ ഉണ്ടാക്കി, എന്നാലും ഒന്നുകൂടി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ, ഒരു സന്തോഷമില്ല. അപ്പോൾ നല്ല അയില കിട്ടിയപ്പോൾ നമ്മളങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതിയതാണ് കേട്ടോ. അപ്പോൾ രാത്രിക്ക് കഴിക്കാനുമായി നാസ്തക്ക് പകരം മീൻ പത്തലാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആവിത്തട്ടിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതേപോലെ മസാല ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സാധാ അട ഉണ്ടാക്കുന്നില്ലേ, അതേപോലെ ഇങ്ങനെ മടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുള്ളൊക്കെ നീക്കം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുള്ളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം മുള്ളൊക്കെ പോയിനൊക്കെ നോക്കണം കേട്ടോ. ഇനി ഇങ്ങനെ ആക്കുന്നില്ലെങ്കിൽ ഒരു പത്തൽ ഈ ഒരു മസാല വെച്ച പത്തലിൻ്റെ മേലെ വെച്ചൊന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പത്തൽ പോലെ തന്നെ കിട്ടും. ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ 2 പത്തൽ ഇങ്ങനെ മസാല വെച്ച് ഫില്ല് ചെയ്തിട്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. ഒരു പത്തൽ മസാല വയ്ക്കുക, അടുത്ത പത്തൽ കൊണ്ട് മുകളിൽ കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ബാക്കി വന്നത് നമ്മൾ കൽമാസ് പോലെയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ പത്തലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാ അടക്കുന്ന പോലെ തന്നെ, പക്ഷേ ഉള്ളിൽ മധുരത്തിന് പകരം എന്താണ്, മീനിൻ്റെ ഫില്ലിംഗ് ആണ്. അപ്പോൾ നമുക്ക് അയില വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചെമ്മീൻ വെച്ചിട്ടുണ്ടാക്കാം, അതേപോലെ ഇറച്ചി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ബീഫോ ചിക്കനോ എന്ത് വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. മീനിൻ്റെ ആകുമ്പോൾ ഒന്നുകൂടി ഒരു ടേസ്റ്റാണ്. ആ മീനിൻ്റെ ഫ്ലേവറൊക്കെ വാഴയിലേൻ്റെ ഫ്ലേവറും ഒക്കെ കൂടിയായിട്ട് ഭയങ്കര ഓതൻറ്റിക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മീൻ പത്തൽ 2 തരത്തിലുണ്ടാക്കും. ഇതൊരു തരമാണ് കേട്ടോ, നമ്മളുണ്ടാക്കുന്ന തരമാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ കിളീനെ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലൊരു മുട്ടയൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, 2 മുട്ടയോളം അതിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് വെട്ടയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, കുഞ്ഞുങ്ങളൊക്കെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിട്ടേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പിന്നെ കുറച്ച് ഉണ്ണിയപ്പം ചുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രിക്ക് നമ്മൾ ഉണ്ണിയപ്പം വെട്ടിയൊക്കെയാണ് തയ്യാറാക്കിയത്. പിന്നെ പിറ്റേന്ന് രാവിലെ നമ്മൾ കുറച്ച് ചെമ്മീൻ ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട തേങ്ങയും ചെമ്മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനാവശ്യത്തിനുള്ള പുളിയും കൂടി വറുത്ത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീഫ് വരട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ബീഫൊക്കെ എല്ലാവർക്കും വരട്ടാനൊക്കെ അറിയാമല്ലോ, ഗൾഫിലേക്ക് കൊടുത്തു വിടുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നു, ഓരോ സ്റ്റൈലിൽ ഉണ്ടാക്കും അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ബീഫൊക്കെ നല്ല മസാലയൊക്കെ പുരട്ടിയിട്ട് കുക്കറിൽ വെള്ളം ഒഴിക്കാതെ വെച്ചിട്ട് സാധാരണ നമ്മൾ വേവിക്കുന്ന രീതിയിൽ വേവിച്ചെടുത്തിട്ട് ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനിലിട്ടിട്ട് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാക്കൊത്തിട്ടിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇവിടെ അവർക്ക് തേങ്ങാക്കൊത്ത് ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ തേങ്ങാക്കൊത്ത് ചേർത്തിട്ടില്ല കേട്ടോ. നമ്മുടെ ബീഫൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എല്ലാ പരിപാടിയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒറ്റ ട്രിപ്പിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനാവില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബീഫ് ഫ്രൈ റെഡിയായി. പിന്നെ കുറച്ച് ഒറോട്ടിയും കൂടി കൊടുത്തു വിടണം. അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ ഒറോട്ടി ചുടുന്നുണ്ട് കേട്ടോ. പ്രവാസികൾക്ക് ഇങ്ങനെ ഒറോട്ടിയും അതേപോലെ ബീഫൊക്കെ കഴിക്കാൻ ഭയങ്കര കൊതിയായിരിക്കില്ല. നമ്മുടെ നാട്ടിലെ ഫുഡ് അവർക്കൊന്നും മിസ് ചെയ്യുന്ന സംഭവമല്ലേ. അപ്പോൾ അവരത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ചങ്ങായിമാരും അവരുടെ റിലേറ്റീവ്സും അനിയന്മാരും ഏട്ടന്മാരും ഒക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഒന്നുമില്ലാതെ പോകുമ്പോൾ മോശമല്ലേ.
അപ്പോൾ കുഞ്ഞാളി ആയാലും ആരായാലും ഇപ്പം ബാപ്പി ആയാലും പോകുമ്പോൾ എല്ലാം കൊണ്ടുപോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നാളെ കുറച്ചധികം ആളുള്ളതുകൊണ്ട് കുറച്ചധികം കൊണ്ടുപോകുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളെ ആ സമയം നമ്മുടെ കേക്കൊക്കെ പാക്കാക്കി ബാഗിലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ബേക്കറിയും അതേപോലെ ഹൽവ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നമ്മൾ ബീഫൊക്കെ ഇങ്ങനെ ആറാൻ വെച്ചിട്ടുണ്ട്. വാഴയിലയിൽ പൊതിഞ്ഞിട്ട് റാപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വിശേഷം. പിന്നെ കുഞ്ഞളെ ഇറങ്ങുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് ഒരു ഭയങ്കര സങ്കടമുള്ളൊരു മൊമെൻ്റാണ്. നമുക്ക് ഗൾഫിൽ നിന്ന് വരുമ്പോൾ അവർക്ക് വരുമ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷേങ്കിൽ അവർ തിരിച്ചു പോകുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു വിഷമമില്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവും. പ്രവാസ പ്രയാസം എന്നൊക്കെ ഞാനെന്നും പറയും. പ്രവാസ പ്രയാസങ്ങളാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ. കാരണം ഒരു 2 മാസം നമ്മൾ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ഒരു മാസം നിൽക്കുക, അല്ലെങ്കിൽ ഒരു 3 മാസം നിൽക്കുക, അത് കഴിഞ്ഞ് വീണ്ടും പ്രവാസത്തിലേക്ക് മടങ്ങി പോകേണ്ട ഒരവസ്ഥ. അപ്പോൾ എന്താ പറയുക, അതൊന്നും നമുക്ക് ക്യാമറയിൽ പകർത്തിയാലൊന്നും എന്താ പറയുക പകർത്താൻ പറ്റില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്കൊന്നും പറ്റില്ല. കാരണം അതൊന്നും കണ്ടു നിൽക്കാനുള്ളൊരു ശക്തിയൊന്നും നമുക്കില്ല. അപ്പോൾ അവരെ ഹാപ്പി ആയിട്ട് യാത്രയാക്കുക എന്നുള്ളതാണ് നമ്മളൊരു ഉത്തരവാദിത്വം. അപ്പോൾ നമ്മളും കൂടി സങ്കടപ്പെട്ടാൽ അവർ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ സന്തോഷത്തോടെ യാത്ര ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ സന്തോഷത്തോടെ തന്നെയാണ് പോയത്. പക്ഷേങ്കിൽ എന്തായാലും ഒരു വിഷമം ഉണ്ടാവുമല്ലോ. കാരണം ഇപ്രാവശ്യം മോളെ മക്കളും കൂടി ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കളെ. അതുകൊണ്ട് കുട്ടികളെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് കുട്ടികളെ ഇങ്ങനെ കാണാണ്ടിരിക്കുമ്പോൾ ഒരു ഭയങ്കര വിഷമം. അപ്പോൾ അൽഹംദുലില്ലാഹ് കുഞ്ഞുങ്ങളെ സേഫായിട്ട് എത്തിയിട്ടുണ്ടെന്ന് വിവരമൊക്കെ കിട്ടി. ഭയങ്കര സന്തോഷമായി. ഫുഡൊക്കെ സേഫായി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. അപ്പോൾ എല്ലാവരും എല്ലാ പ്രവാസികൾക്ക് വേണ്ടി ദുആ ചെയ്യുക. കാരണം പ്രവാസികളെ നമ്മൾ ഒരിക്കലും മറക്കരുത് കേട്ടോ. കാരണം അവർ ഒരുപാട് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ ജീവിക്കുന്നത്. അപ്പോൾ നമ്മളവരെ എപ്പോഴും ദുആയിൽ ഓർക്കുക. അവർക്കായിട്ടൊരു സ്പേസ് നമ്മൾ വെക്കണം. അവർക്ക് നമ്മളാ കഴിയുന്നത് കൊടുത്തു വിടാനൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.